ഫസ്റ്റ് ഹാംസ്ട്രിങ് സ്ട്രെച്ച് എന്ന് പറഞ്ഞാല് സ്റ്റാൻഡിങ് ഹാംസ്ട്രിങ് സ്ട്രെച്ച് ആണ്. അപ്പൊ ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള സർഫസ് അല്ലെങ്കിൽ നോർമലി നമുക്കിപ്പോ എലിവേറ്റഡ് സർഫസ് ഇല്ലെന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ ലെഗ് കുറച്ച് ഡിസ്റ്റൻസിൽ ഒരു 3 അടി ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഫോർവേഡ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് try to touch your toes like this. Okay, with your both hand straight your spine and hold there for 20 to 30 seconds. Okay, do the same on your opposite leg also. In case നിങ്ങൾക്ക് ഒരു എലിവേറ്റഡ് സർഫസ് ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ കാല് ആ ഒരു എലിവേറ്റഡ് സർഫസിലോട്ട് വെക്കാം. സ്പൈൻ സ്ട്രേറ്റ് ഫോർവേഡ് ഹിഞ്ച് ചെയ്യാം. ടച്ച് യുവർ ആങ്കിൾ ഓർ യുവർ ടോ. ഹോൾഡ് ദ ബ്രീത്ത് ഷുഡ് ബി നോർമൽ. നമ്മൾ ഒരിക്കലും ബ്രീത്ത് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കരുത്. നമ്മുടെ ബ്രീത്ത് നോർമൽ ആയിട്ട് തന്നെ പോട്ടെ. ഇൻഹേൽ ചെയ്യുക, എക്സേൽ ചെയ്യുക and hold there for 20 seconds. Do the same on your opposite leg. Okay, the second one, ഒരു ഫ്ലാറ്റ് സർഫസിൽ നമ്മൾ ഇരിക്കുക. Place your both knees straight, close together. Breathe in, breathe out and hold your toe straight to your spine. Hold there for 20 to 30 seconds. ഈ ഒരു ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രീത്തിങ് ഇപ്പോൾ നോർമൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ടോയിലോട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. Try to hold your ankle and straight your spine like this. Okay, ഒരു 4 അല്ലെങ്കിൽ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഒരു നേരം കഴിഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ 5-6 പ്രാവശ്യം ചെയ്താൽ നമുക്ക് അതിന് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് സിറ്റ് ആൻഡ് റീച്ച് ടെസ്റ്റ് എന്ന് പറയാം. നമ്മൾ തേർഡ് വൺ നമ്മൾ ചെയ്യാൻ വേണ്ടത് ലൈങ് ഹാംസ്ട്രിങ് സ്ട്രെച്ച് ആണ്. ഓക്കെ, ലൈ ഓൺ യുവർ ബാക്ക്. നമ്മൾ ഒരു ലെഗ് സ്ട്രേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് ലെഗ് ഓക്കെ അത് ലിഫ്റ്റ് ചെയ്യാൻ നമ്മുടെ 2 കൈയും കൊണ്ട് നമ്മുടെ തൈസിന്റെ ബാക്ക് ഹോൾഡ് ചെയ്യണം ലൈക്ക് ദിസ്. എന്നിട്ട് മാക്സിമം നമുക്ക് എന്തോരം സ്ട്രേറ്റ് ചെയ്യാൻ പറ്റും അത്രയും നീ സ്ട്രേറ്റ് ചെയ്ത് വെക്കാം. ക്ലോസ് ടു യുവർ ബോഡി. നമുക്ക് എന്തോരം നമ്മുടെ ബോഡി ആയിട്ട് അടുപ്പിച്ച് വരാൻ പറ്റും അത്രയും അടുപ്പിച്ച് എന്തുകൊണ്ട് ഹോൾഡ് ചെയ്യണം. ഓക്കെ, നീ നമ്മുടെ ഒരിക്കലും മടക്കരുത്. നീ എപ്പോൾ സ്ട്രേറ്റ് ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്യാം ലൈക്ക് ദിസ്. ഓക്കെ, നമ്മുടെ സെയിം ഇത് തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ലെഗിലും ചെയ്യാം. സ്ട്രേറ്റ് യുവർ നീസ്, try maximum to close your body and hold there for 20 to 30 seconds. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഫോർത്ത് വൺ. ഓക്കെ, ഫോർത്ത് വൺ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മുടെ ലെഗ് രണ്ടും എന്തോരം നമുക്ക് വൈഡ് ആക്കി വെക്കാൻ പറ്റുമോ അത്രയും വൈഡ് ആക്കി വെക്കാം. ഓക്കെ, നമ്മളുടെ 2 കൈ ഉയർത്ത് ബ്രീത്ത് ഇൻ ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് മാക്സിമം നമ്മുടെ സൈഡിലോട്ട് ടച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ ഹോൾഡ് ചെയ്യുക ലൈക്ക് ദിസ്. സ്പൈൻ സ്ട്രേറ്റ് ചെയ്യുക. ടോയിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ആംഗിളിൽ ഹോൾഡ് ചെയ്യും. സ്ട്രേറ്റ് യുവർ സ്പൈൻ, ഹോൾഡ് there for 20 to 30 seconds. Do the same on your opposite side. Okay, the last one half split hamstring stretch ആണ്. ഓക്കെ, ഒരു ലഞ്ച് പൊസിഷനിൽ നമ്മുടെ ലെഗ് വെക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ലെഗ് ഫോർവേഡ് ഒന്ന് ബെൻഡ് ചെയ്യുക മാക്സിമം. ബാക്ക്വേർഡ് കണ്ടിട്ട് നമ്മുടെ ടോ അപ്പ് ചെയ്യണം, ഗ്രൗണ്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് സ്ലൈറ്റ്ലി ഫോർവേഡ് ബെൻഡ് ചെയ്ത് ഹോൾഡ് ചെയ്യുക 20 to 30 seconds. Then repeat the same. നമുക്കത് നമ്മുടെ കൈ താഴെ വെച്ചിട്ടായാലും ചെയ്യാം. ഓക്കെ, കുറച്ചൊരു ബാലൻസിങ് ആയിട്ട് നമുക്ക് കൈ താഴെ വെച്ചിട്ടായാലും ചെയ്യാം. ഓൾസോ ടു സ്ട്രെച്ച് യുവർ ഹാംസ്ട്രിങ്സ്. ഓക്കെ, അപ്പൊ ഇത് 5 നമ്മുടെ ഹാംസ്ട്രിങ് സ്ട്രെച്ചസ് വന്നത്. ഓക്കെ,